എല്ലാ സുഹൃത്തുക്കൾക്കും ദ സ്പോക്കൺ മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് വീണ്ടും സായിച്ചേട്ടൻ ജോയിൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ പങ്കുവയ്ക്കാനാണ്. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോ അല്ല, പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ജനറൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒത്തിരി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഊബർ ഓടിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഊബർ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അലേർട്ട് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് മെസ്സേജ് ആണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് സായിച്ചേട്ടൻ ഒരു 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 പ്രോബ്ലം ഹാൻഡിൽ ചെയ്യണ്ടായി. അപ്പൊ ആ ഒരു ഇഷ്യൂ എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് സായിച്ചേട്ടൻ തന്നെ നിങ്ങളോട് പറയും. അപ്പൊ സായിച്ചേട്ടാ, എന്താണ് ഈ ഒരു ഊബർ റിലേറ്റ് ചെയ്തിട്ട് ഈ അടുത്ത് ചേട്ടൻ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യണ്ടായി. അപ്പൊ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതൊരു നല്ലൊരു മെസ്സേജ് ആയിട്ട്, ഒരു അവയർനെസ് മെസ്സേജ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് കൊടുക്കാമെന്ന് നമ്മൾ പറയുകയും അന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കായിട്ട് ചേട്ടൻ ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മളിപ്പോ ഒത്തിരി വീഡിയോസ് ചെയ്തത് ക്യാപ്പ് നഴ്സസിനെ കുറിച്ചും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ് ഇതും. ശരിക്കും എനിക്ക് ഇത് നമ്മൾ ക്യാപ്പിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നഴ്സ് ആയിട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാമിലിക്ക് ചിലപ്പോൾ ജോലി കിട്ടാണ്ടിലേക്ക് വരുമ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഊബർ ഓടിക്കുക എന്നുള്ളത്. അതിപ്പോ പെട്ടെന്ന് ജോലി ഇല്ലാതിരിക്കുന്ന പലർക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ചിലരും പാർട്ട് ടൈം ജോലിയുള്ളവർ പാർട്ട് ടൈം ആയിട്ട് ഊബർ ഓടിക്കുന്നവരും വീക്കെൻഡ്സിൽ ചെയ്യുന്നവരുണ്ട്. ഊബർ ഡ്രൈവിംഗ് അല്ല, ഊബർ ഈറ്റ്സ്, ഫുഡ് ഡെലിവറി ചെയ്യുന്നവർ. രണ്ടിലും ബാധകമാണ്. ഊബർ ഡ്രൈവിംഗ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. പക്ഷെ യൂബർ ഈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ പോവാന്നുള്ള വലിയൊരു അവർ കൂടുതൽ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഒന്നും ചോദിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഊബർ ഈറ്റ്സിന് സമാനമായിട്ട് അതേപോലെയുള്ള നമ്മളിപ്പോ പിസ്സ ഡെലിവറി ചെയ്യുന്നവരുണ്ട്, KFC ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇപ്പൊ എനിക്ക് 2-3 കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ഇതുപോലെ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് മൊത്തത്തിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് ഒരു കമ്മ്യൂണിറ്റിയിൽ പലർക്കും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതില് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വ്യക്തിയുടെ ഒരു വണ്ടി മോഷണം പോയി. ഊബർ ഓടിക്കുന്ന ഒരു വ്യക്തിയുടെ വണ്ടി രാത്രിയിൽ മോഷണം പോയി. അദ്ദേഹം അത് പോലീസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പിറ്റേ ദിവസം രാവിലെ അറിഞ്ഞത് വണ്ടി പോയി എന്നുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് റിപ്പോർട്ട് ചെയ്തു. പോലീസ് അവർ കേസും ഫയൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അടുത്ത സ്റ്റെപ്പ് അവർ ഇൻഷുറൻസിനെ കോണ്ടാക്ട് ചെയ്യാന്നുള്ളതാണ്. ഇൻഷുറൻസിനെ കോണ്ടാക്ട് ചെയ്തു. ഇൻഷുറൻസിനെ കോണ്ടാക്ട് ചെയ്ത് അവർ ഇത് അക്സെപ്റ്റ് ചെയ്തു. അവർ ക്ലെയിം ഡീറ്റെയിൽസ് അവരെടുത്തു. അതിനുശേഷം അപ്പോൾ ആ വ്യക്തിയോട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ 1 to 2 weeks ഒക്കെ ഇതിൻ്റെ അകത്ത് പ്രോസസ്സിങ് ടൈമൊക്കെ എടുക്കും, പോലീസിന്റെ അവരുടെ ഒരു റിപ്പോർട്ടും കൂടിയൊക്കെ ഞങ്ങൾക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അപ്പോൾ ആ വ്യക്തി വേറൊരു വണ്ടിയും വാങ്ങിച്ചു. ടെമ്പററി ആയിട്ട് ഇപ്പോൾ അവർക്ക് വേറൊരു വണ്ടി വേണമല്ലോ, ഇപ്പോൾ വണ്ടി വാങ്ങിച്ചു. അപ്പോൾ അതിനുശേഷം ഒരു 10 days ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇൻഷുറൻസ് കമ്പനിയുടെ ഫോൺ കോൾ വന്നു, നിങ്ങളുടെ ക്ലെയിം അൺഫോർച്ചുനേറ്റ്ലി റിജക്റ്റ് ആയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോ അത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ ഈ ഒരു വ്യക്തി പുതിയതായിട്ട് ന്യൂസിലൻഡിലേക്ക് വന്നതാണ്. അതൊരു $15,000-16,000 ഒരു വണ്ടിയായിരുന്നു. ആ വണ്ടി അദ്ദേഹം ഒരു ചെറിയൊരു പൈസ മാത്രം 1,500 മാത്രം അടച്ചിട്ട് ബാക്കി ഫുള്ള് ലോൺ എടുത്തിട്ട് ഫിനാൻസ് ചെയ്തിട്ട് എടുത്ത ഒരു വണ്ടിയാണ്. അപ്പൊ ഇവരോട് കംപ്ലീറ്റ് ആയിട്ട് ക്ലെയിം റിജക്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ആള് ഷോക്കായി പോയി. അപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നോട് പറഞ്ഞു, ചേട്ടാ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്താണ് സംഭവിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഇൻഷുറൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഇൻഷുറൻസിന്റെ ക്വസ്റ്റ്യനെയറിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ഈ വണ്ടി നിങ്ങൾ പ്രൈവറ്റ് യൂസിനാണോ ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതേ നിങ്ങൾ ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബിസിനസ്സിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം, കൊമേഴ്സ്യൽ യൂസിന് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ ഒബ്വിയസ്ലി നമ്മൾ എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ നമ്മൾ നോ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ പിന്നീട് ഒരു സമയത്താണ് നമ്മൾ ചിലപ്പോൾ ഊബർ ഓടിക്കാൻ തീരുമാനിക്കുന്നത്. നമ്മളിപ്പോ ഒരു ഊബർ ഈറ്റ്സ് ഓടിക്കാന്നുള്ള വിചാരിച്ചിട്ടല്ല ഈ വണ്ടി എടുക്കുന്നത്. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം നമ്മളിപ്പോ അല്ലെങ്കിൽ അങ്ങനെ അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു, അതുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് കറക്റ്റ് ആയിരുന്നില്ല. അപ്പൊ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പർപ്പസിന് നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ടിക്ക് ചെയ്തിരുന്നെങ്കിൽ അപ്പൊ അത് വേറൊരു സെക്ഷനിലേക്ക് പോയേനെ. അപ്പൊ ഒരു അഡീഷണൽ
ഒരു കൊമേഴ്സ്യൽ കവറും കൂടി അതിൻ്റെ അകത്ത് വന്നത്. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇത് ഇൻഷുറൻസ് കിട്ടുമായിരുന്നു. അപ്പൊ ഈ ആളിത് അറിയാതെ വന്നൊരു മിസ്റ്റേക്ക് ആണ്. പർപ്പസ്ഫുള്ളി ചീറ്റ് ചെയ്യാൻ നോക്കിയതല്ല. നമ്മൾ വാങ്ങിച്ച സമയത്ത് നമ്മൾ പേഴ്സണൽ യൂസിനാണ്, പിന്നെ ഇങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ അത് ശ്രദ്ധിക്കണം എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലർക്കും അത് അറിയില്ല. ഇപ്പൊ എനിക്കറിയാം, നമ്മുടെ ഇപ്പൊ പാമസ്റ്റിനാണെങ്കിലും ഒത്തിരി പേര് ഊബർ ഈറ്റ്സും അല്ലെങ്കിൽ ഒത്തിരി സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ, ഓക്ലൻഡിലൊക്കെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർ, വെല്ലിംഗ്ടണിലൊക്കെ ഒത്തിരി പേര് യൂബർ ഈറ്റ്സ് ഓടിച്ചിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ എന്നോട് ഇപ്പൊ കുറച്ച് പേര് ഇത് കേൾക്കുന്നവർ വിചാരിക്കുമായിരിക്കും, ഞാൻ ഊബർ ഈറ്റ്സ് ഓടിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് ക്ലെയിം കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. ഇതിന്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഊബർ ഈറ്റ്സ് ഓടിക്കുന്നുണ്ട്, നമുക്കൊരു ചെറിയ ആക്സിഡന്റ് ആയാലും ചെറിയ ക്ലെയിം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് ഒരു പക്ഷെ വലിയ അന്വേഷണങ്ങളില്ലാണ്ട് അവർക്കത് പാസ്സാക്കി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ഇങ്ങനെയുള്ള പക്ഷെ ഒരു വണ്ടി മോഷണം പോകുന്ന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 15,000 അല്ലെങ്കിൽ 10,000 ഒക്കെ വരുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സമയത്ത് സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ ഇവര് അവരൊരു ഏജൻസി, ഒരു പ്രൈവറ്റ് പാർട്ടി ഇത് അന്വേഷിക്കാനായിട്ട് വെക്കുകയാണ്. ഈ കേസിൽ സംഭവിച്ചതാണ്. ഈ വേറൊരു തേർഡ് പാർട്ടി ഇത് കേസ് അന്വേഷിക്കാനായിട്ട് വെച്ചു. ആ അന്വേഷിച്ച ആള് അന്വേഷിച്ച് കണ്ടുപിടിച്ചു ഈ വണ്ടി ഊബറിന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതും. അപ്പൊ ഈ വ്യക്തിയോടും ചോദിച്ചു, നിങ്ങൾ ഊബർ ഈറ്റ്സ് ഓടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർക്ക് ഇതിനെ കുറിച്ച് അറിയില്ലായിരുന്നു, പറഞ്ഞു യെസ് ഓടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ഇതിന് നമ്മൾ ഇതുവരെ ഇപ്പൊ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ലീഗലായിട്ട് നിങ്ങൾക്ക് ഇതാണ് ഒരു സിറ്റുവേഷൻ. ഒന്നും പറയാൻ പറ്റത്തില്ല. കുറെ പേർക്ക് ചിലപ്പോൾ അത് ചോദ്യങ്ങളില്ലാണ്ട് കിട്ടിയിട്ടുണ്ടാവും, അറിയാതെ, അല്ലെങ്കിൽ നിങ്ങൾ ഊബർ ഓടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ല, അല്ലെങ്കിൽ അവർ അന്വേഷിച്ചില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി അന്വേഷണത്തിന് വിട്ട തേർഡ് പാർട്ടി ചിലപ്പോൾ അത് അറിഞ്ഞു കാണില്ല. ചില കേസുകളിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി എൻക്വയറി ഉണ്ടാവില്ല. ഇപ്പൊ ഇൻഷുറൻസുകാർ അവര് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവർക്ക് കൺവിൻസിംഗ് ആണ്, കുറച്ച് എവിഡൻസും ഫോട്ടോസും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ തേർഡ് പാർട്ടിക്ക് വിടാതെ ചിലപ്പോൾ ഇൻഷുറൻസ് അപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ പക്ഷെ ഇങ്ങനെ ഒരു കെണി ഇതിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. അത് ഒത്തിരി പേർക്ക് അറിയില്ല. പ്രത്യേകിച്ച് ഇപ്പൊ ചിലരൊക്കെ നമ്മള് പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികൾ 50,000 60,000 ഒക്കെ വണ്ടികളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാവുന്നവരുണ്ട്. അപ്പൊ അവര് വന്ന് അത്യാവശ്യം അല്ലെങ്കിൽ ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു വണ്ടിയൊക്കെ എടുത്ത്, പക്ഷെ അവർ പാർട്ട് ടൈം ആയിട്ട് ചിലപ്പോൾ ഒരു വീക്കെൻഡിലൊക്കെ കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വണ്ടി ഇത് ഓടിച്ചേക്കാന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നവരാണ്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ വണ്ടിയൊക്കെ മോഷണം പോയി അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ ക്ലെയിമേ റിജക്റ്റ് ആയി പോവാന്നുള്ളതാണ്. നമ്മളൊരു ലോയറിന്റെ അടുത്ത് പോയാൽ പോലും നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് വലിയൊരു കാര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾ ഈ ഇൻഷുറൻസ് എടുത്ത സമയത്ത് നിങ്ങൾ വണ്ടി ഇതിന് ഊബറിന് ഓടിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഇതിന് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ അത് ഇവരെ ഇൻഫോം ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരായിരുന്നു. അത് നിങ്ങൾ ഇനിയാണെങ്കിലും അത് ഇൻഫോം ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാര്യം കുറച്ച് പൈസ അതിനകത്ത് എക്സ്ട്രാ ചെലവ് വരും, പക്ഷെ നിങ്ങൾക്ക് സേഫ്. ഏതായാലും ഇൻഷുറൻസ് എടുക്കുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് അത് കമേഴ്ഷ്യൽ ആണെങ്കിൽ കൂടി അത് നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ ഒരു ഇമെയിൽ ആയിട്ട് അയച്ചാൽ ഇമെയിൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു പ്രൂഫ് കൂടി സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും സാധാരണ രീതിയിൽ അവർ ആഡ് ചെയ്തിട്ട് അവർ തരും. ഇപ്പൊ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ AMID ഒക്കെ ഏതെങ്കിലും വെബ്സൈറ്റ് എടുത്തിട്ട് നിങ്ങൾ അതില് അവരുടെ കണ്ടീഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മിക്ക കണ്ടീഷൻസിലും അവർ പറയുന്നുണ്ട്, ഈ വണ്ടി ഫുഡ് ഡെലിവറിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കവർ ചെയ്യില്ല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മളത് ശരിക്കും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതുള്ളൂ. പക്ഷെ ഞാൻ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതിനു ശേഷം ഞാനിരുന്ന് നോക്കിയിരുന്നു, അതിനകത്ത് അവർ പറയുന്നുണ്ട് വി ഡോണ്ട് കവർ എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അത് കവർ ചെയ്യാം, ഞങ്ങൾ കവർ ചെയ്യും, പക്ഷെ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് വേറൊരു ഇൻഷുറൻസ് കൂടി നിങ്ങൾ ആഡ് ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അതൊരു ഇതുപോലെ തന്നെ വേറൊരു പ്രോബ്ലമാണ് വണ്ടിയുടെ. നമ്മൾക്ക് പലരും ശ്രദ്ധിക്കാതെ വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ 4-wheel ഡ്രൈവ് ഓടിക്കുന്ന ഒരു ഏരിയയും ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറയുകയാണ്. ഞാനുൾപ്പെടെ ചെയ്യുന്ന കാര്യമാണ്. ഞാനും ഒരു 4-wheel ഡ്രൈവ് കൊണ്ടുനടക്കുന്ന ആളാണ്. എനിക്ക് ചിലപ്പോൾ ഒരു ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ബീച്ചിൽ കൂടെയൊക്കെ ഒന്ന് ഓടിച്ചെന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറക്കി അത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നില്ല. നമ്മൾ പലരുടെയും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പലരുടെയും ധാരണ എന്ന് വെച്ചാൽ 4-wheel ഡ്രൈവ് ഉള്ള വണ്ടി ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവർ ചെയ്യും, അതേസമയം 2-wheel ഡ്രൈവ് ആയിട്ട് നിങ്ങൾ ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് കവർ ചെയ്യില്ല എന്നാണ്. അങ്ങനെയല്ല സംഭവം. നിങ്ങൾ 4-wheel ഡ്രൈവ് ഉള്ള വണ്ടിയാണെങ്കിൽ പോലും നിങ്ങളൊരു ഓഫ് റോഡ് നിങ്ങൾ കാടിക്കോടെയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ റോഡില്ലാത്ത ഒരു സ്ഥലത്തെ കൂടെ നിങ്ങൾ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനിതുണ്ടാവുന്ന ഇപ്പൊ നിങ്ങൾ വണ്ടി ഒരു മരത്തിന്റെ കുറ്റി തട്ടി വണ്ടിക്ക് ഡാമേജ് പറ്റി, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ റിവറിൽ കൂടെ നിങ്ങൾ വണ്ടി ഓടിച്ച് പലരും ചെയ്യുന്ന ഒരു സാഹസികമായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഫണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ്. ആ വണ്ടി ഡാമേജ് ആയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് അത് കവർ ചെയ്യില്ല. അത് കവർ ചെയ്യണമെങ്കിൽ 4-wheel ഡ്രൈവിന്റെ വേറൊരു ഇൻഷുറൻസ് ചെയ്യുന്ന ചില പാർട്ടീസ് ഉണ്ട്, അവർ വഴിയാണെങ്കിൽ കവർ ചെയ്യും. നിങ്ങൾ സാധാരണ ഒരു ഇൻഷുറൻസ് ആണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവിംഗിന്റെ ഇൻഷുറൻസ് വേറെ ഒരു ഡ്രൈവ് ഇൻഷുറൻസ് ഉണ്ട്, അത് എടുക്കാൻ പറ്റും. അതല്ലാതെ നിങ്ങൾ അത് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ഇൻഷുറൻസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഓഫ് റോഡ് നിങ്ങൾ പോകണ്ടെന്നല്ല, പോകുമ്പോൾ നമ്മൾ കെയർഫുൾ ആയിരിക്കുക. അതിൻ്റെ അകത്ത് ഒത്തിരി വണ്ടിക്ക് ഡാമേജ് വരുന്ന, പ്രത്യേകിച്ചും മിക്ക 4-wheel ഡ്രൈവ് വണ്ടികളും എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടികളാണ്. അത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് ഇൻഷുറൻസ് കവർ ചെയ്യില്ല എന്നുള്ളത് അതും വളരെ എല്ലാ ഇൻഷുറൻസിന്റെ വെബ്സൈറ്റുകളിലും ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്, അത് ഞങ്ങൾ കവർ ചെയ്യില്ല എന്നുള്ളത്. അപ്പോൾ ആ കാര്യം കൂടി ജനറൽ ആയിട്ടൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. കാരണം ചേട്ടൻ ഈ കാര്യം എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ പല സുഹൃത്തുക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ്. അപ്പൊ ഈ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന്, അതായത് സായിച്ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം ഹാൻഡിൽ ചെയ്തത്, അത് നിങ്ങൾ അറിയിച്ചത് വേറെ ഒന്നുമല്ല. നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുക, നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ താങ്ക് യു.